പ്രായം കൂടുതലുള്ള ആളുകൾ പല ഫീൽഡിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാചകമാണ് പ്രായം വെറും നമ്പറാണ്. എന്നാൽ അതേപോലെ അത്ഭുതങ്ങൾ തീർക്കുന്നത് വെറും 15 വയസ്സുള്ള ഒരു പയ്യനാണെങ്കിൽ അപ്പോഴും നമുക്ക് അത് തന്നെ പറയേണ്ടി വരും. പ്രായം വെറും നമ്പറാണ്. 15-ാം വയസ്സിൽ ക്രിക്കറ്റ് ലോകത്തിലെ ഏറ്റവും ഗ്ലാമർ ടൂർണമെന്റായ IPL എതിരാളികളെ തല്ലി തകർക്കുന്ന വൈഭവ് സൂര്യവംശിയെ കാണുമ്പോൾ അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ലോകത്തിലെ മുൻനിര ബൗളർമാരെ യാതൊരു ബഹുമാനവും കൊടുക്കാതെ ദാക്ഷിണ്യവും കാണിക്കാതെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു പയ്യൻ അടിച്ചു പറത്തുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇത്രയ്ക്ക് എക്സ്പ്ലോസീവായ ബാറ്റിംഗ് നടത്തുന്ന ഒരു കൗമാര താരവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം. ഇന്നലെ വെറും 26 പന്തിൽ 78 റൺസാണ് സൂര്യവംശി അടിച്ചത്. 300 സ്ട്രൈക്ക് റേറ്റിൽ 7 പടുകൂറ്റൻ സിക്സറുകൾ, 8 ഫോറുകൾ. സൂര്യവംശി വെടിക്കെട്ടിന് തിരികൊളുത്തിയതോടെ രാജസ്ഥാൻ പവർ പ്ലേയിൽ 97 റൺസാണ് അടിച്ചെടുത്തത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയുള്ള മിന്നുന്ന പ്രകടനത്തോടെ IPL 2026 ഓറഞ്ച് ക്യാപ്പും വൈഭവ് സൂര്യവംശിയുടെ കയ്യിലാണ്. 4 മത്സരങ്ങളിൽ 200 റൺസുമായാണ് IPL മികച്ച റൺവേട്ടക്കാരനുള്ള ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ വൈഭവ് മുന്നിലെത്തിയത്. സഹതാരം യശസ്വി ജയ്സ്വാളിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് വൈഭവിന്റെ മുന്നേറ്റം. ഇന്നലെ 43 പന്തിൽ 81 റൺസുമായി പുറത്താകാതെ നിന്ന RCBക്കെതിരെ രാജസ്ഥാനെ വിജയിപ്പിച്ച ധ്രുവ് ജുറൈലാണ് 176 റൺസുമായി റൺവേട്ടക്കാരിൽ 3ാം സ്ഥാനത്തുള്ളത്. അതോടെ IPL റൺവേട്ടയിൽ ആദ്യ 3 സ്ഥാനങ്ങളും രാജസ്ഥാൻ റോയൽസിന്റെ താരങ്ങൾ സ്വന്തമാക്കി. തനിക്കെതിരെ പന്തെറിയുന്ന ബൗളർമാരുടെ ചരിത്രം കണ്ട് ഭയപ്പെടുന്ന ആളല്ല വൈഭവ് സൂര്യവംശി. അവർ എറിയുന്ന പന്ത് മാത്രമാണ് വൈഭവ് കാണുന്നത്. അത് അടിച്ചു പറത്തുക എന്നത് മാത്രമാണ് ആ ബാറ്ററുടെ ലക്ഷ്യം. പന്ത് ബാറ്റിലേക്ക് വന്നാൽ അത് ഗാലറിയിൽ പോയി എടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച പവർ പ്ലേ ബൗളർമാരെയാണ് വൈഭവ് നിഷ്കരുണം അടിച്ചു പറത്തിയത്. അതേപോലെ മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള മത്സരത്തിൽ ലോകോത്തര ബൗളർമാരായ ജസ്പ്രീത് ബുംറയെയും ട്രെന്റ് ബോൾട്ടിനെയും ഇതേപോലെ തല്ലി തകർക്കാനും വൈഭവിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ബുംറയെ ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചാണ് വൈഭവ് സ്വാഗതം ചെയ്തത്. ഒരു പയ്യനായതുകൊണ്ടാണ് ബുംറ ചിരിച്ചുകൊണ്ടാണ് ആ സമയത്ത് നിന്നത്. എന്നാൽ അതേ ഓവറിൽ അടുത്ത സിക്സും ജക്കൻ തൂക്കിയപ്പോൾ ബുംറയ്ക്ക് അപകടം മനസ്സിലായി. ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുതപാലന്റെ പ്രകടനം ഇതിനു മുമ്പും വലിയ ചർച്ചാ വിഷയമായിരുന്നു. 13-ാം വയസ്സിൽ IPL കരാർ ചെയ്യപ്പെട്ടതോടെ സൂര്യവംശിയുടെ പ്രായത്തെ ചൊല്ലിയും വിവാദങ്ങളുണ്ടായി. 14-ാം വയസ്സിൽ സ്വപ്നതുല്യമായ IPL അരങ്ങേറ്റം ആരാധകരെ ഞെട്ടിച്ചിരുന്നു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സറോടെ തുടങ്ങിയ സൂര്യവംശി ലീഗിൽ 35 പന്തിൽ സെഞ്ചുറി നേടി നിരവധി റെക്കോർഡുകൾ കടപുഴക്കി. 14 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും ദൂരത്തിൽ സിക്സർ അടിക്കാൻ കഴിയുമോ എന്ന് സംശയം ഉന്നയിച്ച് മുൻ പാകിസ്ഥാൻ ഫാസ്റ്റ് ബൗളർ ജുനൈദ് ഖാനാണ് വിവാദങ്ങൾക്ക് തുടക്കം വെച്ചത്. എന്നാൽ പിതാവ് സഞ്ജീവ് സൂര്യവംശി ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. പ്രായം സംബന്ധിച്ച എല്ലാ രേഖകളും ഉണ്ടെന്നും അസ്ഥി പരിശോധന റിപ്പോർട്ടുകൾ അതിന് തെളിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ 2017 സൂര്യവംശിയുടെ ചിത്രം പുറത്തു വന്നതോടെ വീണ്ടും വിവാദമായി. പൂനെ സൂപ്പർ ജയൻസിന്റെ ആരാധകനായി മത്സരം കാണാനെത്തിയ ചിത്രമായിരുന്നു അത്. അതിന്റെ ടൈം ലൈൻ അദ്ദേഹത്തിന്റെ പ്രായവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ചിലർ അവകാശപ്പെട്ടത്. സൂര്യവംശിയുടെ പ്രായത്തിൽ കവിഞ്ഞ ശാരീരിക ക്ഷമതയാണ് മറ്റ് ചിലരിൽ സംശയമുണ്ടാക്കിയത്. 13-ാം വയസ്സിൽ രാജസ്ഥാൻ റോയൽസ് 1,10,00,000 രൂപക്കാണ് വൈഭവിനെ ലേലത്തിൽ വാങ്ങിയത്. അതിന് പിന്നാലെ വെടിക്കെട്ട് സെഞ്ചുറി കാഴ്ചവെച്ചതോടെ പലരും പ്രായം സംബന്ധിച്ച ചോദ്യങ്ങളും ഉന്നയിച്ചു. ആർക്ക് വേണമെങ്കിലും രേഖകൾ പരിശോധിക്കാമെന്ന് പറഞ്ഞാണ് പിതാവ് ഇതിനെ നേരിട്ടത്. ഒന്നിലധികം ആരോപണങ്ങൾക്ക് ശേഷം ജൂനിയർ കളിക്കാർക്ക് പ്രായകൃത്യത ഉറപ്പാക്കാൻ 2ാമത്തെ അസ്ഥി പരിശോധന നടത്തണമെന്ന പുതിയ നിയമം BCCI പുറത്തിറക്കി. ആദ്യ തവണ നടത്തുന്ന അസ്ഥി പരിശോധനാ റിപ്പോർട്ട് എല്ലായ്പ്പോഴും കൃത്യമാവില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടതോടെയാണ് ഈ നീക്കമുണ്ടായത്. അതുകൊണ്ട് ആർക്കും ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുതപാലന് 15 വയസ്സ് തന്നെയാണ് പ്രായം. അല്ലെങ്കിൽ 15 വർഷം മുന്നേ വൈഭവിനെ ആരെങ്കിലും കണ്ടതായി തെളിവ് സഹിതം ഹാജരാകണം. എന്തായാലും ഒരു 2020 മത്സരത്തിൽ വൈഭവ് സൂര്യവംശിയെ ആദ്യത്തെ 5 or 6 ഓവറിനുള്ളിൽ ഔട്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ മത്സരം തോറ്റതായി എതിരാളികൾ കരുതേണ്ടി വരും. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗിൽ ഏറ്റവും മികച്ച ബൗളർമാർക്കെതിരെ ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന പോലെയാണ് വൈഭവ് ബാറ്റ് ചെയ്യുന്നത്. വീക്ക്നെസ്സുകൾ വൈഭവിനും ഉണ്ടാകാം. എന്നാൽ അത് കണ്ടെത്തി അയാളെ പുറത്താക്കാൻ പോരുന്ന തരത്തിലുള്ള ഒരു ബോൾ എറിയുമ്പോഴേക്കും അയാൾ ആ മത്സരത്തിന്റെ ഗതി മാറ്റിയിട്ടുണ്ടാകും. ഈ ഫോമിൽ മിനിമം 5 വർഷം തുടർന്നു പോകാൻ സാധിച്ചാൽ ഒരു ബാറ്റ്സ്മാന് നേടാൻ സാധിക്കുന്ന എല്ലാ റെക്കോർഡുകളും ഈ പയ്യന്റെ കയ്യിലുണ്ടാകും. 15 വയസ്സുള്ള ഒരുത്തൻ 15 പന്തിൽ 50 റൺ സ്ഥിരമായി അടിക്കുമ്പോൾ 15 വർഷമായി ക്രിക്കറ്റ് കളിച്ചിട്ടും അതിന് കഴിയാത്ത ഒട്ടേറെ മുൻനിര ബാറ്റർമാരും നമ്മുടെ നാട്ടിലുണ്ട്.